ഇന്നിപ്പോ രാവിലെ തന്നെ ഇടിയപ്പത്തിന് വേണ്ടി പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം വെള്ളം ഉപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. നല്ല വെട്ടി തിളക്കുന്ന പരുവത്തിൽ വേണം അരിപ്പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ശരിക്കും ഞാൻ ഇടിയപ്പത്തിന് എടുക്കുന്ന സമയത്ത് നമ്മൾ അളന്ന് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഏകദേശം ഒരു അളവിൽ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇടിയപ്പത്തിന് പ്രത്യേകിച്ച് അളന്നെടുക്കേണ്ട, പത്തിരി പോലെ ഒന്നും അളന്നെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചധികം വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു പരുവത്തില് പൊടി കിട്ടുന്നത് വരെ മിക്സ് ചെയ്ത് എടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതുപോലെ ഇളക്കി ഒറ്റക്കെട്ടാവുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിക്കൽ നിർത്താം. എന്നിട്ട് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, നല്ല ചൂടനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തവി കൊണ്ട് നല്ല ചൂടോടുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഇടിയപ്പത്തട്ടിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇതുപോലെ വെളിച്ചെണ്ണ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ തട്ടിലും ഇതുപോലെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാവുണ്ടല്ലോ, അത് കൈകൊണ്ട് നന്നായിട്ട് ആവശ്യത്തിനെടുത്ത് കുഴച്ചെടുക്കുക. മുഴുവനായിട്ട് ഒരുമിച്ച് കുഴച്ചെടുക്കരുത്. അപ്പൊ അതിന്റെ ചൂടാറിപ്പോവും. ചൂടാറിപ്പോകുമ്പോൾ ഇടിയപ്പം പീച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസം നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ആവശ്യത്തിന്, സേവനാഴിയിലേക്ക് ഇടാൻ ആവശ്യത്തിന് മാവെടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. എന്നിട്ട് സേവനാഴിയിൽ ഇട്ടിട്ട് പീച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഇടിയപ്പം ഉണ്ടാക്കുന്ന അത്ര വലിയ പരിപാടിയൊന്നും അല്ല കേട്ടോ, വളരെ ഈസി തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട്. പൊടി നല്ല കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം പീച്ചെടുക്കാൻ പറ്റും. പിന്നെ എളുപ്പത്തിനൊരു ടിപ്പ് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഇടിയപ്പത്തിന് സ്റ്റീമർ മേടിക്കൂലേ, അത് മേടിക്കുന്ന സമയത്ത് അധികം തട്ടുള്ളത് ഒരുമിച്ച് അധികം റെഡിയാക്കാൻ പറ്റിയ ടൈപ്പ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഇടിയപ്പം എന്ന് പറയുന്നത് വളരെ ഈസി പരിപാടിയാണ് കേട്ടോ. എന്ത് ഈസി ആയിട്ടാണ് ഞാനിത് പീച്ചെടുക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. മാവ് ഒരുപാടങ്ങ് ലൂസായി പോവാതിരിക്കുക, അതുപോലെ ഒരുപാട് ടൈറ്റായി പോവാതെ നോക്കുക. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇടിയപ്പത്തിന് പൊടി വാട്ടിയെടുക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഇടിയപ്പത്തട്ട് 5 തട്ടുണ്ട്, 4 വെച്ചിട്ട് അങ്ങനെ 20 ഇടിയപ്പം അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഓരോ പ്ലേറ്റും ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് ഇഡ്ഡലി കുക്കറാണ്. അപ്പോൾ ഇഡ്ഡലി കുക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നോട് കുറേ പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അറ്റ് എ ടൈം ഇങ്ങനെ 20 ഉണ്ടാക്കുന്ന ഒരു സ്റ്റീമർ മേടിക്കുകയാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ 4 പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തത്. 1 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇടിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു സ്റ്റാൻഡ് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പം ഒരു കാസറോളിലേക്ക് മാറ്റാം. നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റ്യൂയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി ചിക്കൻ സ്റ്റ്യൂ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരു പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേ ലീഫ് 1 4 കഷ്ണം പട്ട, 5 6 ഏലക്ക, 1 ടേബിൾ സ്പൂൺ
പെരിഞ്ജീരകം എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് എരിവിന് കുറച്ച് കുരുമുളക് വേണം. അപ്പൊ കുരുമുളക് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല രീതിയിലൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വൈറ്റ് കളറായി വരുന്ന ഒരു സമയത്ത് നമുക്കിത് കവർ ചെയ്ത് വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഒരു 50% ഒക്കെ കുക്കായി കിട്ടുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നമുക്കിതിലേക്ക് 15 ബദാം, അതുപോലെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ബാക്കി കുറച്ചു നേരവും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിരിക്കും തോറും കുറുകി വരും കേട്ടോ, നല്ല തിക്കായിട്ട് വരും. കണ്ടോ, കുറച്ച് ചൂടാറിയപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങാപ്പാലൊന്നും പിഴിയാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റ്യൂ ആണ് കേട്ടോ. ഈ ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് ബദാം യൂസ് ചെയ്തത്. കാഷ്യൂസ് ഉണ്ടെങ്കിൽ കാഷ്യൂസ് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോ ഇത് ഇടിയപ്പത്തിന്റെ കൂടെയാണ് കേട്ടോ ചിക്കൻ സ്റ്റ്യൂ റെഡിയാക്കിയിട്ടുള്ളത്. ക്രിസ്മസിന് നിങ്ങൾക്ക് ഇതുപോലത്തെ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ട് വെള്ളയപ്പത്തിന്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ സ്റ്റ്യൂയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.